ഹലോ ഫ്രണ്ട്സ്, മലേഷ്യയിലെ ബട്ടു ഗുഹകൾക്കരികിലുള്ള മുരുക പ്രതിമയേക്കാൾ വലിപ്പമുള്ള മുരുക പ്രതിമ നമ്മുടെ തമിഴ്നാട്ടിലാണ് ഉള്ളതെന്ന് എത്ര പേർക്കറിയാം? ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുരുക പ്രതിമ. ഈ പ്രതിമയെക്കുറിച്ചും ഇവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 2025 സെപ്റ്റംബർ 19 നമ്മുടെ ചാനൽ ആരംഭിച്ച് 5 വർഷമായി. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി. ശരി, നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സേലം ജില്ലയിലെ ഏത്താപ്പൂർ പുത്രക്കൗണ്ടൻ പാളയത്തുള്ള മുത്തുമലൈ മുരുകൻ ക്ഷേത്രത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ മുരുക പ്രതിമ കാണുവാനായി ഞങ്ങൾ രാവിലെ 7:30-ക്ക് കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും 165 കിലോമീറ്റർ അകലെയുള്ള സേലം ബസ് സ്റ്റാൻഡിലേക്ക് AC ബസ്സിൽ ഒരാൾക്ക് 190 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സേലത്തേക്ക് പുറപ്പെട്ടു. ഡ്രൈവർ മൈക്കിൾ അണ്ണൻ അവിടെയുള്ള സ്ഥലങ്ങളും സേലത്ത് നിന്ന് മുത്തുമലയിലേക്കുള്ള ബസ് റൂട്ടും എല്ലാം ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു. റോഡരികിലെ ബേക്കറിയിൽ നിന്നും ഞങ്ങൾ ചായയും കുടിച്ച് ഭവാനിയിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ സൗന്ദര്യം ആസ്വദിച്ച് കാവേരി പാലത്തിലൂടെ ഞങ്ങൾ നേരെ സേലത്തെത്തി. സേലം ബസ് സ്റ്റാൻഡിൽ നിന്നും മറ്റൊരു ബസ്സിൽ കയറി 42 കിലോമീറ്റർ സഞ്ചരിച്ച് ക്ഷേത്രത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ മലേഷ്യയിലെ മുരുകന്റെ മാതൃകയിൽ ഒരു വിഗ്രഹം കണ്ടു. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച ശേഷം മുത്തുമലൈ മുരുകൻ റോട്ടിലൂടെ 500 മീറ്ററോളം നടന്നാണ് അവിടെ എത്തിയത്. ഇവിടെ നിന്ന് മുരുകന്റെ പ്രതിമ കാണാമെങ്കിലും അടുത്തെത്തുമ്പോഴാണ് പ്രതിമയുടെ വലിപ്പം നമ്മൾക്ക് മനസ്സിലാവുന്നത്. തമിഴ്നാട്ടിലെ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പാണ് ഈ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. മുത്തുമല മുരുകൻ ട്രസ്റ്റ് ചെയർമാനായ ശ്രീ എൻ ശ്രീധരനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകന്റെ പ്രതിമ ഇവിടെ നിർമ്മിച്ചത്. ഈ പ്രതിമയുടെ ഉയരം 146 അടിയാണ്. മലേഷ്യയിലെ പത്തുമല മുരുകൻ പ്രതിമയുടെ ഉയരം 140 അടിയാണ്. പത്തുമല മുരുകൻ പ്രതിമയേക്കാൾ മുത്തുമല മുരുകൻ പ്രതിമയ്ക്ക് 6 അടി ഉയരം കൂടുതലാണ്. ഈ പ്രതിമയുടെ ഉയരം മാത്രം 111 അടിയാണ്. പീഠത്തിന്റെ ഉയരം 35 അടിയും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 329 മീറ്റർ ഉയരമുണ്ട്. ഇവിടേക്ക് 146 അടി ഉയരമുള്ള മുരുകന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ 2016 സെപ്റ്റംബർ 6-ന് ഭൂമി പൂജയോടെ ആരംഭിച്ചു. പണിയെല്ലാം പൂർത്തിയായി കുംഭാഭിഷേകം 2022 ഏപ്രിൽ 6-നായിരുന്നു. മലേഷ്യയിലെ കോലലംപൂരിലെ ബട്ടു ഗുഹകൾക്ക് സമീപമുള്ള മുരുക പ്രതിമ പണിത അതേ ശില്പി തന്നെയാണ് ഈ പ്രതിമയും നിർമ്മിച്ചത്. മുത്തുമല മുരുകൻ ട്രസ്റ്റ് ചെയർമാനായ ശ്രീ എൻ ശ്രീധരൻ സേലത്തെ ആറ്റൂരിലെ ഒരു ബിസിനസ്സുകാരനാണ്. മലേഷ്യയിലെ പ്രസിദ്ധമായ ബട്ടു ഗുഹകൾ സന്ദർശിക്കാൻ കഴിയാത്ത നാട്ടുകാർക്കായി തന്റെ ജന്മനാടായ സേലത്തെ പത്തുമല അഥവാ ബട്ടു ഗുഹകളുടെ അവിടെയുള്ള മുരുക പ്രതിമയുടെ അതേ മാതൃകയിൽ തന്നെയാണ് ഇവിടെയും ഒരു മുരുക പ്രതിമ നിർമ്മിച്ചത്. ഇത് മുരുക പ്രതിമയുടെ മുന്നിലുള്ള വിനായകന്റെ ക്ഷേത്രമാണ്. ഇവിടെ തൊഴുതിന് ശേഷം ഇതിലൂടെ വേണം മുരുക പ്രതിമയുടെ അടുത്തേക്ക് വരാൻ. ഇത് ക്ഷേത്രത്തിനകത്തുള്ള വിനായകന്റെ വിഗ്രഹമാണ്. മലമുകളിൽ ഈ കാണുന്നത് മുരുകന്റെ ക്ഷേത്രമാണ്. അതുകൂടാതെ താഴെയും ഒരു മുരുകന്റെ ക്ഷേത്രമുണ്ട്. ഏറ്റവും വലിയ മുരുകന്റെ പ്രതിമയെ പ്രാർത്ഥിച്ച ശേഷം ഇതിനകത്തേക്ക് കയറി ചെന്ന് ഇതിനകത്തുള്ള മുരുകന്റെ വിഗ്രഹത്തെയും തൊഴുതി നമ്മൾ നേരെ മലമുകളിലേക്ക് കയറി മലമുകളിലുള്ള മുരുകനെയും ദർശിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി വരാം. സ്റ്റെപ്പുകൾ ഇല്ലാത്തത് കൊണ്ട് മലമുകളിൽ കയറുന്നത് വളരെയധികം പ്രയാസമാണ്. ഈ മുരുക പ്രതിമയുടെ കാലരികിൽ പോയി പ്രാർത്ഥിക്കാൻ 10 രൂപ കൊടുക്കണം. നെറ്റിയിൽ ചന്ദനവും ഒരു പാക്കറ്റ് ഭസ്മവും ഇവിടെ നിന്ന് തരും. മലയ്ക്ക് താഴെയുള്ള വിനായകന്റെയും മുരുകന്റെയും വിഗ്രഹം പടിഞ്ഞാറ് ദിശയിൽ നോക്കിയാണ് ഉള്ളത്. മലയ്ക്ക് മുകളിലുള്ള മുരുകന്റെ വിഗ്രഹം കിഴക്ക് ദിശയിൽ നോക്കിയാണ് ഉള്ളത്. അതുപോലെ ഏറ്റവും വലിയ മുരുകന്റെ പ്രതിമ ഇടത് കൈയിൽ 80 അടി ഉയരമുള്ള ഒരു വേലും വലത് കൈ കൊണ്ട് ജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന രീതിയിൽ വടക്കോട്ട് നോക്കിയാണ് പണിതിട്ടുള്ളത്. ഇവിടെ തൊഴുന്ന ആളുകളെയും വിരലിന്റെ വലിപ്പവും വെച്ച് നോക്കിയാൽ ഈ മുത്തുമല മുരുകൻ പ്രതിമയ്ക്ക് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. രാവിലെ 6 മണി മുതൽ രാത്രി 9:30 വരെ ക്ഷേത്രനട തുറന്നിരിക്കും. ഇവിടെ വിവിധ ആചാരങ്ങളും ഉത്സവങ്ങളും നടത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സൂര്യസംഹാരം. ഇവിടെ വരുന്നവർ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വരിക. ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് എത്തിയത്. ഭയങ്കര ചൂടാണ്. പോരാത്തിന് കാലെല്ലാം പൊള്ളിയിട്ട് ഇത് നടക്കാൻ പോലും പറ്റുന്നില്ല. കാലെല്ലാം പൊള്ളുന്ന ചൂടായ കാരണം ഇവിടുത്തെ മല കയറാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ഈ പ്രതിമയുടെ കാതിലെ കുണ്ടലം കാറ്റത്ത് തനിയെ ആടുന്നത് കാണാം.
250 രൂപ കൊടുത്താൽ പ്രതിമയുടെ അരികിലുള്ള ലിഫ്റ്റിൽ കയറി മുരുക പ്രതിമയുടെ കയ്യിലുള്ള വേരിൽ പാലാഭിഷേകം ചെയ്യാം. ലിഫ്റ്റിൽ മുകളിൽ പോകാൻ മാത്രമാണെങ്കിൽ 180 രൂപ കൊടുത്താൽ മതി. ഇത് ഇവിടുത്തെ കൊടിമരം. ഇനി നമ്മൾക്ക് താഴെയുള്ള വിഗ്രഹവും ഒന്ന് കാണാം. ക്ഷേത്രത്തിനകത്ത് തന്നെ ഇവിടെയുള്ള പ്രസാദമായ വലിയ ലഡു, വലിയ ജിലേബി തുടങ്ങിയവയെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. പൈസ കൊടുത്താൽ നമുക്ക് വാങ്ങാവുന്നതാണ്. 300 വർഷം പഴക്കമുള്ള മുരുകൻ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഈ കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ കഷ്ടപ്പെട്ട് തന്നെ മല കയറണം. മല കയറാനായി ഇവിടെ പടികളൊന്നുമില്ല. മലയ്ക്ക് മുകളിൽ ഇപ്പോൾ ക്ഷേത്രം പണിതിട്ടുള്ള സ്ഥലത്ത് മുത്തു എന്ന പേരുള്ള മുനി ധ്യാനത്തിലിരിക്കുമ്പോൾ മുനിയുടെ മുന്നിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയാണ് മുത്തുമല മുരുകൻ എന്ന പേര് വന്നതും പിന്നീട് മലയ്ക്ക് മുകളിൽ ക്ഷേത്രം നിർമ്മിച്ചതും. ഇവിടെ വരുന്നവർ രാവിലെ 11 മണിക്ക് മുമ്പായോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷമോ മാത്രം വരിക. ക്ഷേത്രത്തിനകത്തുള്ള നിലമെല്ലാം വെയിൽ കൊണ്ട് ചൂട് പിടിച്ച് കിടക്കുകയാണ്. ചവിട്ടാൻ പോലും പറ്റുന്നില്ല, അത്ര ചൂടായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും ചില ഭാഗങ്ങളിൽ മാത്രം ചവിട്ടിയിട്ടിട്ടുണ്ട്. അത് ചെറിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ കുട്ടികൾക്കൊന്നും അതിൽ ചവിട്ടാൻ പറ്റില്ല, അത്രയും ചൂട് അതിനുമുണ്ട്. മലയ്ക്ക് മുകളിൽ ചില മരങ്ങളിൽ ആളുകൾ തൊട്ടിൽ കെട്ടിയിരിക്കുന്നത് കാണാം. വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് ഇതുപോലെ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് വിശ്വാസം. മലമുകളിൽ കയറുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലെ കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ തന്നെ നമുക്ക് മുകളിലേക്ക് കയറണം. വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് എത്തിയത് കാരണം ഇവിടുത്തെ മണ്ണും ഈ കല്ലെല്ലാം ചൂട് പിടിച്ച് കിടക്കുകയാണ്. പെട്ടെന്ന് ഓടിക്കയറാ എന്ന് പറഞ്ഞാൽ അതും പറ്റുന്നില്ല, മണ്ണ് വഴുതി വരുന്നു. കയറുന്ന വഴിയിൽ കാണുന്ന കുറ്റിച്ചെടികളുടെ തണലിൽ നിന്നാണ് ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റടിക്ക് കയറാൻ പറ്റില്ല, അത്ര ചൂടുണ്ട്. വീണ്ടും വീണ്ടും പറയുകയാണ്, ഉച്ച സമയത്ത് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് ഒരു കാരണവശാലും വരരുത്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മുരുകന്റെ പ്രതിമയെ ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. 3 കോടി രൂപ ചെലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുരുകന്റെ പ്രതിമ ഇവിടെ പണി കഴിച്ച ശ്രീധരൻ അണ്ണന് ഞങ്ങളുടെ വിലയേറിയ നന്ദി. കാരണം മലേഷ്യയിൽ പോയി മുരുകന്റെ പ്രതിമ കാണാനുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്കില്ല. മലേഷ്യയിലെ മുരുക പ്രതിമയേക്കാൾ വലിയ മുരുക പ്രതിമ ഇവിടെ പണി കഴിച്ച ശ്രീധരന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഈ മുത്തുമലൈ മുരുകന്റെ പ്രതിമയെ മലയുടെ മുകളിലാണ് പണി കഴിച്ചതെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും കാണാൻ പറ്റുമായിരുന്നു. പ്രതിമയുടെ കാലിലെ തള്ളവിരലിലെ നഖത്തിന് ഒരാളുടെ തലയുടെ വലിപ്പമുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരണം. ഈ പ്രതിമയുടെ വലിപ്പം നേരിട്ട് തന്നെ കാണണം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വലിപ്പമുണ്ട് അതിന്. അവസാനം നമ്മൾ ആ വഴിയിലൂടെ കയറി നേരെ മുരുകക്ഷേത്രത്തിന് മുന്നിലെത്തി. ഇവിടെയാണ് മുത്തു എന്ന മുനി തപസ്സിരുന്നത്. പിന്നീട് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന് 300 വർഷം പഴക്കമുണ്ട്. ഈ മുത്തുമലൈ മുരുകനെ ഒന്ന് വന്ന് കാണാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തെന്നെയായാലും ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിന് നല്ല സമാധാനം ലഭിച്ചു. ഈ ക്ഷേത്രത്തിനടുത്തുള്ള മരത്തിൽ വിവാഹം നടക്കാത്തവർ മഞ്ഞൾ ചരട് വാങ്ങി ഈ മരത്തിൽ കെട്ടിയാൽ വിവാഹം നടക്കുമെന്ന് ഇവിടെയുള്ളവർ വിശ്വസിച്ചു വരുന്നു. അതുപോലെ വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് ഇതുപോലെയുള്ള തൊട്ടിലെല്ലാം കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു വരുന്നു. ദൂരെ കാണുന്ന മല ഒരാൾ കിടക്കുന്നത് പോലെയുണ്ട്. അത് മുരുകനാണെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോയ്ക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.